നമ്മുടെ എഡ്യൂക്കേഷനിൽ എത്രത്തോളം സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് മാഡത്തിൻ്റെ ഒരു ഒപ്പീനിയൻ? ഞാനൊരു 12 വർഷത്തോളം സെക്സ് എഡ്യൂക്കേഷൻ മാത്രം +2 സ്റ്റുഡൻസിന് കൊടുത്തിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെ അവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ നമ്മൾ സെക്സ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യണം നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ടാണ്. ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ശരിക്കും നമ്മുടെ ഈ വന്ന തലമുറയ്ക്ക് എന്താണ് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി മാഡത്തിന് പറയാനുള്ളത്? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ പഠിച്ചാലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ ഫ്രോയിഡിൻ്റെ തിയറിയൊക്കെ പറയുന്നത്, നമ്മളിപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ പറയുന്നത് ഒരു മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ ജനിച്ച സമയം തൊട്ട് തന്നെ കുട്ടികളെ ജെനിറ്റൽ ഏരിയയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? ഐശ്യ മോശം, നീ അത് തൊടരുത് അവിടെ എന്ന് പറഞ്ഞ് കുട്ടിയുടെ കൈമ തട്ടും. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതാണ് ഒരു മൈൻഡ് പവർ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ മൈൻഡ് നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ പിന്നെ എന്ത് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല. കാര്യം നമ്മൾ പല ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത് നമ്മുടെ ഈ മൈൻഡ് പവർ നമുക്കില്ലാത്തതുണ്ട്. ഇപ്പം നാട്ടിലേക്കാണെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആക്ടർ ജോജോയുടെ ഒരു കേസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഭയങ്കര വിവാദമായത്. അപ്പം ഇപ്പം UK-യിലാണെങ്കിലും എന്നെ പേഴ്സണലി ചില ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കാറുണ്ട്. ബ്രോ എടാ എനിക്കിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരുക, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം, ഞാൻ അവനെ കയറി തെറി വിളിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ചതിന്. അപ്പം എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ ഒരു മെൻ്റലി പവർഫുൾ ആവേണ്ടത്? അതിനുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് ചെയ്യണം. അപ്പം നമ്മുടെ ഒപ്പം നിന്നുള്ള ആളെന്ന് പറഞ്ഞാൽ ഒരു മെൻ്റലിസ്റ്റായിട്ടും ഒരു സൈക്കോളജിസ്റ്റായിട്ടും UK-യിൽ ബാൻഡ് 7 വർക്ക് ചെയ്യണം. പല സെലിബ്രിറ്റീസിനെയും സൈക്കോളജി പരമായിട്ടും മെൻ്റൽ പരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, ഞാൻ ഡോക്ടർ ജസ്ന. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റിയിൽ, അപ്പോൾ അവർക്ക് ഏറ്റവും അധികം നമുക്ക് അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഏറ്റവും പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കാനാണ്. കാരണം ഫുൾ ടൈം അവരൊരു CCTVയുടെ അണ്ടറിൽ പോലെയാണ്. ഒരുപാട് പേര് അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, ഒരുപാട് കമൻസ് വന്നുകൊണ്ടിരിക്കും, അതിലൊരുപാട് ബോഡി ഷെയ്മിങ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ചെയ്യുമ്പോൾ ബോഡി ഷെയ്മിങ്, സെക്ഷുവലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അബ്യൂസിങ് ആയിട്ടുള്ള വാക്കുകൾ. അപ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ടുള്ള പെയിൻ ഉണ്ട്. അതായത് നമ്മുടെ തലച്ചോറിൽ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് വാക്കുകൾ കൊണ്ടുള്ള പെയിൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരാൾ അടിച്ചു കഴിഞ്ഞാലുള്ള അതേപോലെയുള്ള പെയിൻ തന്നെയാണ് ഈ വാക്കുകളിൽ കൂടിയും വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ അഭി പറഞ്ഞ പോലെ നമുക്ക് അത് റിയാക്ട് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കമൻസിന് നമ്മൾ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ലെവലിൽ ഇമ്മീഡിയറ്റായിട്ട് തോന്നിയെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളവിടെ സൈലൻ്റായിട്ട് റീസണിങ് ഉപയോഗിക്കണം. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാരെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആത്മസംയമനം, അതുപോലെ നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യണം. കൃത്യമായിട്ട് ഓരോ കമൻസും എങ്ങനെ ഡീൽ ചെയ്യണം, അസേർട്ടീവായിട്ട് എങ്ങനെ പെരുമാറണം, വേണ്ട അളവിൽ എങ്ങനെ ഇമോഷൻസ് എടുക്കണം. ദേഷ്യമൊക്കെ വരും, നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിന് നാച്ചുറലായിട്ട് വരുന്നതാണ് ദേഷ്യം. അതൊരു നെഗറ്റീവ് ഇമോഷനൊന്നും അല്ല. ദേഷ്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമോഷൻ തന്നെയാണ്. പക്ഷെ അത് റൈറ്റ് ആംഗിളിൽ റൈറ്റ് സ്പേസിൽ എടുക്കണം എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാൻഡേർഡിലേക്ക് കടക്കുമ്പോൾ എസ്പെഷ്യലി ഇൻഫ്ലുവൻസേഴ്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരൊരു സെലിബ്രിറ്റിയായി മാറുകയാണ്. അതുപോലെ തന്നെ സിനിമാ നടനോ നടിയോ ഉള്ള അതേ ഇമേജ് തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ള ട്രെയിനിങ്ങും അതിന് വേണ്ട കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഒരു സാധാരണക്കാരനും നമ്മൾ പുറത്തേക്ക് ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ ഇത് തമ്മിലുള്ള ഈഗോ ക്ലാഷുകളും അതുപോലെ പ്രോബ്ലംസ് സോൾവ്
ചെയ്യുന്നതിലും പ്രശ്നം കാണിക്കും. ഇപ്പോൾ പൃഥ്വിരാജ് പ്രത്യേകിച്ച് അദ്ദേഹമൊക്കെ ഒരുപാട് പക്വതയോട് കൂടിയിട്ടുള്ള പല കാര്യങ്ങളും ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, ഇപ്പോൾ രാജപ്പനൊക്കെ വിളിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പക്വതപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം ഈ ഒരു ഫീൽഡിൽ ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കാം, ലേൺ ചെയ്യാം ഓരോ വീഴ്ചയിൽ നിന്നും എന്നുള്ളത് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്ത് നമുക്കിപ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെക്കുറിച്ച് ബോധേഡല്ല. അയാൾ പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു, അത് കംപ്ലീറ്റായി, ഇനി എനിക്ക് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ട, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, പ്രസൻറ്റിൽ ജീവിക്കുക, നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ അവർക്ക് കൂടുതലും പ്രസൻറ്റിൽ ജീവിക്കാനും അന്നത്തെ ദിവസത്തിൽ ഹാപ്പി ആയിട്ട് പോകാനും പറ്റും. ഇപ്പം ശരിക്കും ഒരു ഇൻഫ്ലുവൻസർ ആണോ പവർഫുൾ ആൾ, അത് ഒരു പബ്ലിക്കാണോ പവർഫുൾ? ആക്ച്വലി പറയുകയാണെങ്കിൽ പബ്ലിക്കിന് ഒരു പ്രത്യേക ഒരു പവർ ഉണ്ട്, അവർക്ക് സാധാരണക്കാരുടെ ഒരു ശക്തിയുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ മേലിൽ അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിനെ മാനസികമായിട്ടും അതല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും വിശകലനം ചെയ്യാനും സ്ട്രോങ് ആയി കഴിവുള്ള ആൾക്കാരാണ് പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക്കിന് ഒരു പ്രത്യേക തരം പവർ കൂടുതലുണ്ട്. കാരണം ഈ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന വിമർശനങ്ങളും പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഒരു ഇൻഫ്ലുവൻസറെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വലി എന്ന് പറഞ്ഞിട്ടും കൂടുതൽ നമുക്ക് പബ്ലിക്കിന് പവർ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത വിവാദങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ USA-ലേക്കാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ആണും പെണ്ണും മാത്രം മതിയെന്ന്. ഈ LGBTQ എന്ന് പറയുന്ന അതിനെ എങ്ങനെ നമ്മുടെ ജനത നോക്കിക്കാണുന്നു, പിന്നെ ഇവിടെയുള്ള ജനത അവരെങ്ങനെ നോക്കിക്കാണുന്നു? നമുക്ക് മുൻപൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ പുരുഷൻ ജെൻഡർ ചോദിക്കുകയാണെങ്കിൽ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി അവയർനെസ്സായി ജെൻഡർ എന്തൊക്കെ പലതരം, ഇപ്പോൾ സെക്ഷുവൽ ഡീവിയേഷൻസ്, സെക്ഷുവൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. അതിനെക്കുറിച്ച് അവയർനെസ് കിട്ടി. ഇപ്പോൾ പുരുഷൻ എന്ന് പറയുന്ന ശരീരമാണെങ്കിലും സ്ത്രീയുടെ മനസ്സായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരമായിരിക്കും പുരുഷൻ്റെ മനസ്സായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ നാട്ടിലാണെങ്കിൽ ഒരു സമയത്ത് അത് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തതുണ്ടായിരുന്നു. നമുക്കൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ മനസ്സ് മാറ്റാൻ വേണ്ടി കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുമായിരുന്നു, മനസ്സ് മാറ്റി തരാൻ പറ്റും. പക്ഷേ ഈ ലിറ്ററലി പറയുകയാണെങ്കിൽ ഈ വ്യക്തികൾ നമ്മളുടെ അടുത്ത് വന്നിരുന്ന് കരയാണ്. കാരണം ഇവർക്ക് തൊട്ടടുത്തിരിക്കുന്ന പുരുഷനോടായിരിക്കും അട്രാക്ഷൻ, പക്ഷേ അത് ഇവരുടെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് ആ പുരുഷൻ ഇവരെ കാണുന്നുണ്ടാവുക. അയാൾക്കൊരിക്കലും പാർട്ട്ണറായിട്ട് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ അയാൾ വേറെ ഒരു ലേഡിയായിട്ട് കമ്മിറ്റഡായി പോകുമ്പോൾ ഇവർ ആ ഒരു പ്രേമം കിട്ടും, സ്നേഹം കിട്ടും എന്ന് വിചാരിക്കുന്നിടത്ത് ബ്രേക്കപ്പ് ആവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇമോഷണൽ ട്രോമയെ കൂടെ അവർ കടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ UK-ലാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഇന്ത്യയിലും കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് 100% എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം പാരൻസിനൊക്കെ അത് അംഗീകരിക്കാൻ തുടങ്ങാൻ കുറച്ച് സമയം എടുക്കും, എങ്കിൽ കൂടി അവയർനെസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒത്തിരി ന്യൂസുകൾ കണ്ടായിരുന്നു, അതായത് വിത്ത് റെസ്പെക്റ്റ് ഇങ്ങനെയുള്ളവർ കൂടുതലും ആത്മഹത്യ ചെയ്യാറാണ് കൂടുതൽ എന്നുള്ള നമ്മളിങ്ങനെ കേട്ടു. അത് എത്രത്തോളം സത്യമാണത്? നമുക്കത് പറയുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഒരു സെക്ഷുവൽ ഇതിനെന്ന് പറയുമ്പോൾ ഒരു ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും നമുക്ക് അട്രാക്ഷൻ വരുന്നത്. പക്ഷേ ഇവർക്ക് ലൈഫിലൊരു പാർട്ട്ണർ ഇല്ലാതിരിക്കുക, അതുമാത്രമല്ല ഇവർക്ക് ആ ഫീലിംഗ് വരുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ട്രോമ ഒരുപാട് ഇവരുടെ ലൈഫിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, ലോൺലിനെസ് കടന്നു പോകുന്നുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള പോലെ മിഡ് ലൈഫ് ക്രൈസിസുകൾ വരുന്നുണ്ട്. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് വരുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർ ഒറ്റപ്പെട്ട ഫീലിങ്ങുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിലൊരു എസ്റ്റീം ഇല്ലാണ്ട്, ലൈഫിന് വർത്തില്ലാതെ അങ്ങനെയൊക്കെ ആയിട്ട് അത്തരം ആൾക്കാർ സൂയിസൈഡൽ ഐഡിയേഷൻസ് ടെൻഡൻസീസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ നമ്മൾ സെക്സ് എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യണം, നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ടാണ്. ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ശരിക്കും നമ്മുടെ ഈ വന്ന തലമുറയ്ക്ക് എന്താണ് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി മാഡത്തിന് പറയാനുള്ളത്?
സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ പഠിച്ചാലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ ഫ്രോയിഡിൻ്റെ തിയറിയൊക്കെ പറയുന്നത്, നമ്മളിപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ പറയുന്നത് ഒരു മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ ജനിച്ച സമയം തൊട്ട് തന്നെ കുട്ടികളെ ജെനിറ്റൽ ഏരിയയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, ഐശ്യ മോശം, നീ അത് തൊടരുത് അവിടെ എന്ന് പറഞ്ഞ് കുട്ടിയുടെ കൈമ തട്ടും. ആക്ച്വലി അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് കുട്ടി. മാസ്റ്റർബേഷൻ്റെ ഒരു ബേസിക് ഒരു സ്റ്റേജാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇതൊരു ടാബു ആയിട്ട് കണ്ടിട്ടാണ് പലരും ചെയ്യുന്നത്. ചെറിയൊരു സ്റ്റേജിൽ തൊട്ട് തന്നെ, അതായത് ആ ഒരു കുട്ടി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ തൊട്ട് തന്നെ പാരൻസ് ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആവണം. കുട്ടിയുടെ ഏജിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇത്ര വയസ്സായിട്ട് 18 വയസ്സായാലാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയില്ല. ഈ ഒരു സ്റ്റേജ് തൊട്ട് കുട്ടിക്കും തൻ്റെ സെക്സ് ഓർഗൻസിനെ കുറിച്ചിട്ട്, അത് നമ്മുടെ മൂക്ക്, നമ്മുടെ കൈ, കാല് പോലെ വജൈന എന്താണ്, പെനിസ് എന്താണ്, അങ്ങനെ മനസ്സിലാക്കാതെ അവിടെ തൊട്ട് പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ കുട്ടികളുടെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കരുത്, അത് മോശമാണ്, അങ്ങനെ പറയാതെ ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 5 ഇയറുള്ള കുട്ടി, ആ കുട്ടികൾ അല്ലെങ്കിൽ 10 ഇയേഴ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പീരീഡ്സ് ആവുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇത് എന്തോ ഒരു സാധനം ഇങ്ങനെ വലുതായി വരുന്നു, ആ ഒരു ഫീലായിരിക്കും. അപ്പോൾ ഇത് എന്താണ്, അതിലെന്താണ് ഡെവലപ്മെൻറ്റ് വരിക, അതിലെന്തൊക്കെ വ്യത്യാസങ്ങൾ വരും, നിങ്ങൾക്കത് എങ്ങനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് പാരൻസിന് നല്ലൊരു ട്രെയിനിങ് കിട്ടണം. കുട്ടികൾക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ശരിക്കും ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷനിൽ എത്രത്തോളം സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് മാഡത്തിൻ്റെ ഒരു ഒപ്പീനിയൻ? ഞാനൊരു 12 വർഷത്തോളം സെക്സ് എഡ്യൂക്കേഷൻ മാത്രം +2 സ്റ്റുഡൻസിന് കൊടുത്തിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെ അവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. +2ലാണ് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് അതും ഒരു സെഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ടീച്ചേഴ്സിന് മുഴുവൻ ആ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. കാരണം ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും ഓപ്പണായിട്ട് ചോദിക്കില്ല. അപ്പോൾ അവരെ ഞാൻ പുറത്താക്കിയിട്ട് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാനൊരു എക്സ്റ്റേണൽ ഫാക്കൽറ്റിയാണ്, അതുപോലെ സെക്സ് തെറാപ്പിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റുമായിരുന്നു. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ UK യിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ UK യിലേക്കാണെങ്കിലും ഇപ്പോൾ മാഡം ഒത്തിരി ബുക്സ് അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇവർക്കുടെ കൾച്ചറിനെ പറ്റി നല്ല ഡീപ്പ് നോളജ് ഉണ്ടെങ്കിലാണ് ഇവിടുത്തെ ഇവർക്കുടെ ഒരു ഫാമിലി ലൈഫും കാര്യങ്ങളും എങ്ങനെയാണ്? നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിചാരിക്കും UK യിൽ വന്നാൽ ഒരു ഫാമിലി ലൈഫൊന്നുമില്ല, ഇവർ എല്ലാവരുമായിട്ട് കാണുന്നു, ഒരുമിച്ച് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുത്തഴിഞ്ഞ ജീവിതമാണെന്നാണ് പലരുടെയും ധാരണ. പക്ഷേ UK യിൽ നല്ല, നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ തറവാട് കുടുംബം എന്നൊക്കെ പറയണ പോലെയുള്ള ഒത്തിരി ഫാമിലി ലൈഫുണ്ട്. അവിടെ അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അതുപോലെ ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്, അപ്പോൾ അതുപോലെ മരുമക്കളായിട്ടുള്ള ഗ്യാതറിങ്സ് ഉണ്ട്. പക്ഷെ ആരും ആരുടെ ലൈഫിനും ഇടപെടാനോ നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണാനൊന്നും വിലയിരുത്താനൊന്നും പോകത്തില്ല. ഒരു നല്ലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഗ്രാൻഡ് ചിൽഡ്രനെ പ്രോപ്പറായിട്ട് ഉപദേശിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിലി ലൈഫ് രസകരമായിട്ട് UK യിലുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിന്താഗതിയിലാണ് നമുക്ക് തോന്നുന്നത് UK യിൽ ഫാമിലീസ് ഇല്ല, യൂത്ത് മാത്രം ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഇഷ്ടമുള്ളവരായിട്ടുള്ള റിലേഷൻ ഉണ്ടാവുന്നു, അവർക്ക് മാരേജിനോട് താല്പര്യമില്ല എന്നൊക്കെ. പക്ഷെ അതിൻ്റെ സിസ്റ്റം കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. സ്നേഹിച്ച് അവർ പരസ്പരം മനസ്സിലാക്കുന്നു, അതിന് ശേഷം മാത്രം ഫൈനലി ലീഗൽ മാരേജ് ചെയ്യണമെന്നേ ഉള്ളൂ.